ഔട്ട് ഓഫ് ഫോക്കസ് CPM-നെതിരെ സി ദാവൂദിന്റെ മാധ്യമ ജിഹാദ്. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് സ്വാഗതം. നമ്മുടെ സി ദാവൂദിനെ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. ഔട്ട് ഓഫ് ഫോക്കസ് എന്ന മീഡിയ വൺ പ്രോഗ്രാമിനെ തന്ത്രപൂർവ്വം റാഞ്ചിയെടുത്ത് മാധ്യമ ജിഹാദ് നടത്താനിറങ്ങിയ പ്രമുഖനായ ജമായത്തെ ഇസ്ലാമി ഭടനാണ് അദ്ദേഹം. മിതഭാഷിയും അഗാധജ്ഞാനിയും സർവോപരി തന്ത്രശാലിയുമായ അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ വർഗീയ വിഷം കുത്തിവെക്കാൻ ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് ന്യൂസ് ബുള്ളറ്റ് കേരള ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. 2024 ഒക്ടോബർ 31 ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച. വിഷയം മുനമ്പം. പ്രോഗ്രാമിന് നൽകിയ തലക്കെട്ട് അതിഗംഭീരമായിരുന്നു. CPM-ന്റെ കുറുക്കൻ തന്ത്രം. പേവിഷം നിറച്ച പേന പിടിച്ച് സി ദാവൂദിന് മാത്രം ചമയ്ക്കാൻ കഴിയുന്ന തലക്കെട്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒരു അഭ്യർത്ഥന, ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണേ പ്ലീസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ജമായത്തെ ഇസ്ലാമിക്കാരോടും അഭ്യർത്ഥിക്കുന്നു. പതിവ് പോലെ മീഡിയ വണ്ണിന്റെ വിഷ്വലുകൾ സമൃദ്ധമായി ഈ വീഡിയോയിലും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള വീഡിയോ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കാണാം. മീഡിയ വണ്ണിന് ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുക. ഞങ്ങൾക്ക് പറയാനുള്ളത് അവിടെ പറയാം. ദാവൂദ് സ്റ്റൈൽ ഓഫ് മീഡിയ ജിഹാദിനെ കുറിച്ചാണല്ലോ നാം പറഞ്ഞു വന്നത്. മുനമ്പം വിഷയത്തിൽ CPM-ന്റേത് കുറുക്കൻ തന്ത്രം എന്ന് ആക്ഷേപിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം നമുക്ക് കേൾക്കാം. അതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. അതിനാണ് നമ്മൾ കുറുക്കൻ സൂത്രം എന്ന് പറയുക. ഇത് സാമുദായിക വിടവുണ്ടാക്കും എന്ന് സർക്കാരിനറിയാം. പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിനിടയിൽ സാമുദായിക വിഭജനം ഉണ്ടാക്കാൻ പറ്റിയ ഏർപ്പാടാണ്. അത് നടക്കട്ടെ. അതിലൂടെയുള്ള പൊളിറ്റിക്കൽ ഡിവിഡൻഡ്, രാഷ്ട്രീയ ലാഭം നേടിയെടുക്കാമെന്ന കുറുക്കൻ തന്ത്രം, മുട്ടനാടുകൾ തമ്മിലടിച്ച് അതിൽ നുറ്റിയുന്ന രക്തം ഊറ്റിക്കുടിക്കാമെന്ന് വിചാരിക്കുന്ന കുറുക്കൻ തന്ത്രമാണ് CPM നയിക്കുന്ന സർക്കാർ ഇതിൽ സ്വീകരിക്കുന്നത്. തലച്ചോറിൽ വർഗീയതയുടെ പേവിഷം നുരയുന്ന സി ദാവൂദ് വ്യാഖ്യാനിക്കുന്നത് പോലെയാണോ മുനമ്പം വിഷയത്തിൽ സർക്കാരിന്റെയും CPM-ന്റെയും നിലപാട്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാവിൽ നിന്ന് നമുക്ക് സർക്കാർ നിലപാട് കേൾക്കാം. മുനമ്പത്തുള്ള പ്രശ്നം ഒരു പ്രത്യേക പ്രശ്നമായി കണ്ടുകൊണ്ട് തന്നെ സർക്കാർ ഇടപെടുകയുണ്ടായി. ആ പ്രശ്നം പരിശോധിച്ചാൽ കാണാൻ കഴിയുക, അതായത് ദശാബ്ദങ്ങളായി അവിടെ താമസിച്ചു വരുന്ന കുടുംബങ്ങളുണ്ട്. അവര് ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്യുന്നു എന്ന ബോധ്യത്തിൽ ഭൂമി വാങ്ങിയവരല്ല. സാധാരണ നിലക്ക് ഉള്ള ഭൂമി വാങ്ങലാണ് അവർ പലരും ചെയ്തിട്ടുള്ളത്. ആ ഭൂമി നേരത്തെ വഖഫ് ചെയ്ത ഭൂമിയായിരുന്നു. വഖഫിന്റെ ഭൂമി വഖഫിന് അവകാശപ്പെട്ടതാണ്, വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ് എന്ന നിയമപരമായ ഒരു വശമുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതിൽ എവിടെയാണ് വർഗീയ ചേരിതിരിവിന് സ്കോപ്പ്? മുഖ്യമന്ത്രി തുടരുന്നു. അപ്പൊ ഒരു ഘട്ടത്തിൽ ആ സ്ഥലത്തിന്റെ നികുതി അടക്കുന്നത് തടയുന്ന നില വന്നു. ആ പ്രശ്നം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടു. ആ നികുതി അടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. നികുതി അടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയപ്പോ ചിലർ കോടതിയിൽ പോയി. കോടതി അത് സ്റ്റേ ചെയ്തു. ഇപ്പൊ ഹൈക്കോടതിയുടെ സ്റ്റേയിൽ കിടക്കുകയാണ്. സർക്കാർ തീരുമാനത്തിനെതിരെ ചിലർ കോടതിയിൽ പോകുന്നു, കോടതി അത് സ്റ്റേ ചെയ്യുന്നു. ഈ സ്റ്റേ വരുന്നത് എന്നാണ്? 2023 ജനുവരി 19. ഒരു ചേരിതിരിവും ആ ദിവസമോ ആ മാസമോ ആ വർഷമോ പിന്നീട് ഇതുവരെയോ ഉണ്ടായിട്ടില്ല. വഖഫ് ബോർഡിനോട് സർക്കാർ ഒരു അഭ്യർത്ഥന നടത്തി. നിങ്ങൾ അവര് ഒഴിയേണ്ടതാണ് എന്ന് പറഞ്ഞുള്ള നിലപാടെടുക്കുകയോ അതിന്റെ ഭാഗമായുള്ള നോട്ടീസ് അയക്കുകയോ ചെയ്യരുത്. അത് വഖഫ് ബോർഡും അംഗീകരിച്ചു. ഇതിനകത്ത് നൂലാമാലയായിട്ടുള്ള നിയമപ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാകെ വിശദമായി പരിശോധിച്ച് കൈവശാവകാശക്കാരുടെ, താമസക്കാരുടെ താല്പര്യം എങ്ങനെ സംരക്ഷിക്കാനാകും, ആ താല്പര്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നിയമോപദേശം സർക്കാർ ലഭിക്കേണ്ടതുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട്. ഈ നിലപാടിന്റെ പേരിൽ സാമാന്യ ബുദ്ധിയുള്ള ഒരാളും വർഗീയ ചേരിതിരിവിനോ തമ്മിലടിച്ച് തലപൊളിക്കാനോ തെരുവിലിറങ്ങില്ല. ഈ ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിനിടയിൽ സാമുദായിക വിഭജനം ഉണ്ടാക്കാൻ പറ്റിയ ഏർപ്പാടാണ്. അത് നടക്കട്ടെ. അതിലൂടെയുള്ള പൊളിറ്റിക്കൽ ഡിവിഡൻഡ്, രാഷ്ട്രീയ ലാഭം നേടിയെടുക്കാമെന്ന കുറുക്കൻ തന്ത്രം, മുട്ടനാടുകൾ തമ്മിലടിച്ച് അതിൽ നുറ്റിയുന്ന രക്തം ഊറ്റിക്കുടിക്കാമെന്ന് വിചാരിക്കുന്ന കുറുക്കൻ തന്ത്രമാണ് CPM നയിക്കുന്ന സർക്കാർ ഇതിൽ സ്വീകരിക്കുന്നത്. നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ആർക്കും മുനമ്പം സംബന്ധിച്ച സർക്കാർ നിലപാടിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാനാവില്ല. പക്ഷെ സി ദാവൂദ് അത് ചെയ്യും. കാരണം സമൂഹത്തിൽ വർഗീയ വിഭജനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് സദാ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷഗ്രന്ഥികൾ അദ്ദേഹത്തിന്റെ തലച്ചോറിലുണ്ട്. മുനമ്പം വാസികളിൽ നിന്ന് കരം സ്വീകരിക്കരുത് എന്ന് മുസ്ലിം സംഘടനകൾ ആരും നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നൊരു പച്ചക്കള്ളം ഈ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് ഹൈക്കോടതി കണ്ടെത്തുന്നു. അതിൽ കരം സ്വീകരിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറയുന്നു. കരം സ്വീകരിക്കാൻ പാടില്ലെന്ന് മുസ്ലിം സംഘടനകൾ ആരും പറഞ്ഞിട്ടില്ല. ഫാറൂഖ് കോളേജ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞതുപോലെയാണോ കാര്യം? അല്ല.
2022 ഡിസംബർ 12 മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന്റെ ആവശ്യം മുനമ്പം വാസികളെ അടിയന്തരമായി അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കണമെന്നും അവരിൽ നിന്ന് നികുതി ഈടാക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും ആയിരുന്നു. വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഈ ഭൂമിയിൽ അനധികൃത കൈക്കുടിയേറ്റക്കാർക്ക് പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തു വരുന്നത്. എന്നാൽ 27/2022 ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷയിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ്. അന്നും ഈ യോഗത്തിൽ പങ്കെടുത്തതായി മിനിറ്റ്സ് കാണുന്നുണ്ട്. ഇത് നിയമലംഘനമാണ്. വഖഫ് ആക്ടിലെ 54 സൂചന പ്രകാരം എക്സിക്യൂട്ടീവ് ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ ട്രിബ്യൂണൽ വിളിച്ചു വരുത്തി വളരെ വേഗം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാനാവും. ആ സബ്മിഷനിൽ ഉടനീളം മുനമ്പം വാസികളെ അദ്ദേഹം കയ്യേറ്റക്കാർ എന്നാണ് സംബോധന ചെയ്തത്. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഓർക്കുക. അതായത് ദശാബ്ദങ്ങളായി അവിടെ താമസിച്ചു വരുന്ന കുടുംബങ്ങളുണ്ട്. അവര് ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്യുന്നു എന്ന ബോധ്യത്തിൽ ഭൂമി വാങ്ങിയവരല്ല. സാധാരണ നിലക്ക് ഉള്ള ഭൂമി വാങ്ങലാണ് അവർ പലരും ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ പോലും തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം മുനമ്പത്തെ കുടുംബങ്ങളെ കയ്യേറ്റക്കാരെന്ന് വിശേഷിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി എടുത്തു പറയുകയും ചെയ്തു. പക്ഷെ മുസ്ലിം ലീഗ് നേതാവ് ആ കുടുംബങ്ങളെ കയ്യേറ്റക്കാരെന്ന് തന്നെ വിശേഷിപ്പിച്ചു. KPA മജീദിന്റെ വാക്കുകൾ നിയമസഭാ രേഖയുടെ ഭാഗമായി ചരിത്രത്തിൽ പതിഞ്ഞു കിടക്കുകയാണ്. ഇതാണ് നിലപാടുകളിലെ സത്യസന്ധത. ഉപയോഗിക്കുന്ന വാക്കുകളിൽ പോലും അത് പ്രതിഫലിക്കും. സ്ക്രീനിൽ നാം ഇപ്പോൾ കാണുന്നത് 2022 ഒക്ടോബർ 10 വഖഫ് ബോർഡിൽ അവതരിപ്പിച്ചൊരു പ്രമേയമാണ്. പ്രമേയ അവതാരകർ ബോർഡിലെ മുസ്ലിം ലീഗ് അംഗമായ MC മായിൻ ഹാജിയും അഡ്വക്കേറ്റ് PV സൈനുദ്ദീനും. നികുതി സ്വീകരിക്കാനുള്ള തീരുമാനം അടിയന്തരമായി റദ്ദാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടണം എന്നായിരുന്നു പ്രമേയം. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ അജണ്ട നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. അത് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരിക്കൽ കൂടി കേൾക്കാം. വഖഫ് ബോർഡിനോട് സർക്കാർ ഒരു അഭ്യർത്ഥന നടത്തി. നിങ്ങൾ അവര് ഒഴിയേണ്ടതാണ് എന്ന് പറഞ്ഞുള്ള നിലപാടെടുക്കുകയോ അതിന്റെ ഭാഗമായുള്ള നോട്ടീസ് അയക്കുകയോ ചെയ്യരുത്. അത് വഖഫ് ബോർഡും അംഗീകരിച്ചു. മുനമ്പം ജനതയെ ഒഴിപ്പിക്കാൻ ഒരു നടപടിയും ഇനി സ്വീകരിക്കരുത് എന്ന് സർക്കാർ വഖഫ് ബോർഡിന് കർശനമായ നിർദ്ദേശം നൽകുന്നു. അത് വഖഫ് ബോർഡ് അനുസരിക്കുന്നു. തൽക്കാലത്തേക്കെങ്കിലും മുനമ്പം വാസികളുടെ മനസ്സിൽ നിന്ന് ആശങ്കയും ഭീതിയും ഒഴിയുന്ന തീരുമാനം. അപ്പോഴാണ് വഖഫ് ബോർഡിനെ അടക്കി ഭരിക്കുന്ന മുസ്ലിം ലീഗിന്റെ തനിനിറം പുറത്തു വന്നത്. സർക്കാർ തീരുമാനം ലംഘിക്കണമെന്നും ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ടു പോകണമെന്നും MC മായിൻ ഹാജിയും PV സൈനുദ്ദീനും വഖഫ് ബോർഡിന് മേൽ സമ്മർദ്ദവുമായി രംഗത്തിറങ്ങി. മുസ്ലിം ലീഗിന്റെ ഉന്നത നേതൃത്വം അറിയാതെയാണോ ഈ പ്രമേയമുണ്ടായത്? വഖഫ് ബോർഡ് ആ പ്രമേയം തള്ളി. തൊട്ടു പിന്നാലെ 2022 ഡിസംബർ 12 ഇതേ പ്രമേയം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദിന്റെ സബ്മിഷനായി നിയമസഭയിലെത്തി. അവിടെയും സർക്കാർ വഴങ്ങിയില്ല. ഈ സബ്മിഷനും മുസ്ലിം ലീഗിന്റെ ഉന്നത നേതൃത്വം അറിയാതെയാണോ സഭയിലെത്തിയത്? തുടർന്ന് മുനമ്പം വാസികളിൽ നിന്ന് കരം സ്വീകരിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തി. പക്ഷേ അവിടെ അവർ വിജയിച്ചു. സർക്കാർ തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മുനമ്പം വാസികളെ കുടിയൊഴിപ്പിക്കാൻ വഖഫ് ബോർഡിലും നിയമസഭയിലും ആവുന്ന പണി അത്രയും ചെയ്തു കൂട്ടിയിട്ടാണ് പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും സംഘവും ഒരു മനസാക്ഷി കുത്തുമില്ലാതെ അരമനകൾ കയറിയിറങ്ങി ക്രൈസ്തവ പുരോഹിതരെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും മതസൗഹാർദ്ദം പ്രസംഗിച്ചത്. ഇനി നമുക്ക് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ഗൂഢ അജണ്ട നടപ്പിലാക്കി കൊടുത്ത മറ്റൊരു കഥാപാത്രത്തെ പരിചയപ്പെടാം. വഖഫ് ബോർഡിന്റെ CEO ആയിരുന്ന അഡ്വക്കേറ്റ് BM ജമാൽ. ജമാലാണ് മുനമ്പം വാസികൾക്ക് ആ വിവാദ നോട്ടീസ് നൽകിയത്. ആരാണ് ഈ BM ജമാൽ? 2001 ആന്റണി സർക്കാർ നിയമിച്ച വഖഫ് ബോർഡിന്റെ CEO. 2001 മുതൽ 2016 വരെയും 2018 മുതൽ 2022 വരെയും ഇദ്ദേഹമായിരുന്നു വഖഫ് ബോർഡിന്റെ CEO. മുസ്ലിം ലീഗിന്റെ നോമിനി, കറകളഞ്ഞ മുസ്ലിം ലീഗുകാരൻ. സുപ്രീം കോടതി വരെ കയറിയിറങ്ങിയാണ് ഇദ്ദേഹത്തെ വഖഫ് ബോർഡിന്റെ CEO സ്ഥാനത്തു നിന്ന് LDF സർക്കാർ നീക്കിയത്. വഖഫ് ബോർഡിന്റെ CEO ആയി തന്നെ 58 വയസ്സ് വരെ തുടരാൻ അനുവദിക്കണമെന്ന മുഹമ്മദ് ജമാലിന്റെ ആവശ്യം സർക്കാരും വഖഫ് ബോർഡും തള്ളിയതിനെ തുടർന്നാണ് നിയമയുദ്ധമുണ്ടായത്. സുപ്രീം കോടതിയിലാണ് ആ നിയമയുദ്ധം അവസാനിച്ചത്. ജമാലിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിയത് 2022 മാർച്ച് 8. 2022 മാർച്ച് 31 ജമാൽ സ്ഥാനമൊഴിയണമെന്ന്, വഖഫ് ബോർഡിന്റെ CEO സ്ഥാനമൊഴിയണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഈ സുപ്രീം കോടതി ഉത്തരവ് വന്നതിന്റെ 6ാം ദിവസമാണ് മുനമ്പം വാസികൾ അടിയന്തരമായി കുടിയൊഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട നോട്ടീസ് മുഹമ്മദ് ജമാൽ, വഖഫ് ബോർഡിന്റെ CEO ആയിരുന്ന മുഹമ്മദ് ജമാൽ നൽകിയത്. ആ നോട്ടീസിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ജമാൽ വഖഫ് ബോർഡിന്റെ CEO ഉദ്ധരിച്ചിരിക്കുന്ന വഖഫ് ബോർഡിന്റെ ഒരു ഉത്തരവുണ്ട്. ഓർഡർ ഓഫ് ദ സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഇൻ EP നമ്പർ 685/2008 ഡേറ്റഡ് മാർച്ച് 20, 2019. ആ ഉത്തരവാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ആ ഉത്തരവിട്ട വഖഫ് ബോർഡിന്റെ ചെയർമാൻ സാക്ഷാൽ റഷീദ് അലി തങ്ങൾ.
ബോർഡിലുള്ളത് MC മായിൻ ഹാജി, അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ തുടങ്ങിയവർ. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നും വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ ആ ഭൂമി ചേർക്കണമെന്നും അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കണമെന്നും ഈ ഉത്തരവിലാണ് നിർദ്ദേശിക്കപ്പെട്ടത്. അപ്പൊ മുസ്ലിം ലീഗിന്റെ അജണ്ട വ്യക്തമല്ലേ? മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് ഉത്തരവിട്ടത് പാണക്കാട് റഷീദ് അലി തങ്ങൾ ചെയർമാനായ വഖഫ് ബോർഡ്. മുനമ്പം ജനതയ്ക്ക് ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകിയത് മുസ്ലിം ലീഗിന്റെ നോമിനിയായ അഡ്വക്കേറ്റ് BA ജമാൽ എന്ന വഖഫ് ബോർഡിന്റെ CEO. മുനമ്പം വാസികളിൽ നിന്ന് കരം സ്വീകരിക്കാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം ബോർഡിൽ അവതരിപ്പിച്ചത് ലീഗ് പ്രതിനിധികളായ MC മായിൻ ഹാജിയും അഡ്വക്കേറ്റ് PV സൈനുദ്ദീനും. മുനമ്പം വാസികളിൽ നിന്ന് കരം ഈടാക്കാനുള്ള തീരുമാനം റദ്ദാക്കുകയും മുനമ്പം വാസികളെ ഉടൻ കുടിയൊഴിപ്പിക്കുകയും ചെയ്യണമെന്ന് നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി KPA മജീദ്. ഇതെല്ലാം നടന്ന് 2 വർഷം കഴിയുമ്പോഴാണ് ഈ വസ്തുതകൾ അത്രയും പ്രേക്ഷകരിൽ നിന്ന് മറച്ചുവെച്ചാണ് CPMന്റെ കുറുക്കൻ തന്ത്രം എന്ന പോസ്റ്ററും പടച്ച് ഈ ടീം മുനമ്പം വിഷയം ചർച്ച ചെയ്യാനിരുന്നത്. എന്തുമാത്രം വിഷമാണ് ഇവരുടെ തലച്ചോറിലുള്ളതെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ജമാലിനെ മുന്നിൽ നിർത്തി മുനമ്പം ഭൂമിയിലെ കുടിയൊഴിപ്പിക്കൽ ആസൂത്രണം ചെയ്യുമ്പോൾ മുസ്ലിം ലീഗിന് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. മുനമ്പത്ത് താമസിക്കുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്, ലത്തീൻ കത്തോലിക്ക വിഭാഗം. കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് കിട്ടുമ്പോൾ അവരും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകും. കേരളത്തിന്റെ കടലോരം സംഘർഷ ഭൂമിയാകും. അതായിരുന്നു ഗൂഢാലോചനക്കാരുടെ സ്വപ്നം. പക്ഷെ പിണറായി വിജയൻ 2 കൈകൊണ്ടും ആ വെടിമരുന്നിൽ വെള്ളം കോരി ഒഴിച്ചു. ഒരു വശത്ത് ഭൂമി വഖഫാണെന്ന യാഥാർത്ഥ്യം സർക്കാർ അംഗീകരിച്ചു, മറുവശത്ത് മുനമ്പം ജനതയെ ഒരു കാരണവശാലും കുടിയൊഴിപ്പിക്കില്ലെന്ന് ദൃഢസ്വരത്തിൽ പ്രഖ്യാപിച്ചു. നിയമസാധുതയുള്ള കൈവശാവകാശം ആ കുടുംബങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പുകൊടുത്തു. അതോടെ കെട്ടണഞ്ഞത് മുസ്ലിം ലീഗും UDFും സ്വപ്നം കണ്ട കലാപ സാധ്യതയാണ്. ലീഗിന്റെ ഈ കുറുക്കൻ തന്ത്രം പൊളിഞ്ഞതിന്റെ നിരാശയിൽ നിന്നാണ് C ദാവൂദ് ഔട്ട് ഓഫ് ഫോക്കസിൽ ചർച്ചയ്ക്കെത്തുന്നത്. ആ കടുത്ത നിരാശയിലും അദ്ദേഹം ഒരു കുത്തിത്തിരിപ്പിനുള്ള വിത്ത് അവിടെ ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് കാണാം. അത് ഒരു നിലക്കും നിയമപരമായി പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ അവർക്ക് പകരം ഭൂമി കൊടുക്കണം. അവർക്ക് മാന്യമായ അവരുടെ ജീവിത സന്ധാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള പുനരധിവാസം ഉണ്ടാക്കി കൊടുക്കണം. മുനമ്പത്തേത് വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ആയതിനാൽ പകരം ഭൂമി സർക്കാർ കണ്ടെത്തി മുനമ്പത്തുകാരെ പുനരധിവസിപ്പിക്കണമെന്ന് നല്ല നിർദ്ദേശമെന്നല്ലേ കേട്ടാൽ തോന്നുക. അത്രയ്ക്ക് സൗമ്യമായും കരുതലോടും കൂടിയാണ് C ദാവൂദ് ആ പണി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ നിർദ്ദേശം യഥാർത്ഥത്തിൽ ഒരു കുഴിബോംബാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ മുനമ്പം ജനതയ്ക്ക് അവർ ഇപ്പോൾ താമസിക്കുന്ന ഭൂമിയിൽ നിയമസാധുതയുള്ള കൈവശാവകാശം ലഭിച്ചാൽ അടുത്ത കുത്തിത്തിരിപ്പ് ഇങ്ങനെയാവും പ്രത്യക്ഷപ്പെടുക. വഖഫ് ഭൂമി തന്നെയായി സംരക്ഷിക്കണം, താമസക്കാർക്ക് സർക്കാർ വേറെ ഭൂമി നൽകണം. ആ ആവശ്യവുമായി ലീഗും മറ്റു വർഗീയ കക്ഷികളും തെരുവിലിറങ്ങും എന്നത് ഉറപ്പാണ്. ഇപ്പോൾ മുനമ്പത്ത് ഈ നോട്ടീസ് കൊടുത്ത് സംഘർഷം ആസൂത്രണം ചെയ്തവർക്കുള്ള പ്ലാൻ B ആണ് ദാവൂദ് സാഹിബ് ഈ ചർച്ചയിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മുനമ്പം വിഷയത്തിലെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിൽ 2 അജണ്ടകളുമായാണ് C ദാവൂദ് പ്രത്യക്ഷപ്പെട്ടത്. ഒരു വശത്ത് CPM സാമുദായിക വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന പച്ചക്കള്ളം പറഞ്ഞ് ഒരു പുകമറയുണ്ടാക്കുക, മറുവശത്ത് മുനമ്പത്ത് പ്രശ്നപരിഹാരത്തിന്റെ മാർഗത്തിൽ ഒരു കുഴിബോംബ് സ്ഥാപിക്കുക. കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾ അവസരം കിട്ടിയാൽ തമ്മിലടിക്കാൻ റെഡിയായി നിൽക്കുന്ന മുട്ടനാടുകളാണെന്ന വിവരക്കേട് മീഡിയ ഉണ്ണിലൂടെ വിളമ്പുമ്പോൾ C ദാവൂദിന്റെ മുഖം മൂടി ഒരിക്കൽ കൂടി അഴിഞ്ഞു വീഴുകയാണ്. ഈ ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിനിടയിൽ സാമുദായിക വിഭജനം ഉണ്ടാക്കാൻ പറ്റിയ ഏർപ്പാടാണ്. അത് നടക്കട്ടെ. അതിലൂടെയുള്ള പൊളിറ്റിക്കൽ ഡിവിഡൻഡ്, രാഷ്ട്രീയ ലാഭം നേടിയെടുക്കാമെന്ന കുറുക്കൻ തന്ത്രം, മുട്ടനാടുകൾ തമ്മിലടിച്ച് അതിൽ നുറ്റി വീഴുന്ന രക്തം ഊറ്റി കുടിക്കാമെന്ന് വിചാരിക്കുന്ന കുറുക്കൻ തന്ത്രമാണ് CPM നയിക്കുന്ന സർക്കാർ ഇതിൽ സ്വീകരിക്കുന്നത്. മാധ്യമ ജിഹാദ് എന്ന അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യത്തിന്റെ സ്കെച്ചും പ്ലാനുമാണ് ഒരു വിവരാവകാശ നിയമത്തിന്റെയും പിൻബലമില്ലാതെ ഈ ചർച്ചയിലൂടെ പുറത്തു ചാടിയത്. മുനമ്പം വിഷയത്തിൽ CPMന്റെ കുറുക്കൻ തന്ത്രം എന്നൊക്കെ പോസ്റ്ററുമുണ്ടാക്കി ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച നടത്തിയത് മാധ്യമ പ്രവർത്തകരൊന്നുമല്ല, അവർ ജമായത്തെ ഇസ്ലാമിയുടെ വിശ്വസ്തരായ ഭടന്മാരാണ്. നിദ്രയിലും ജാഗ്രതയിലും അവരെ ഈ സമൂഹം കരുതിയിരിക്കണം എന്ന മുന്നറിയിപ്പാണ് ഈ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന് നൽകുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാമ്പത്തികമായി സഹായിക്കാൻ ഇപ്പോൾ കൂടുതൽ പേർ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, സ്നേഹം. പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ഇനിയും ഏറെ പേർ സാമ്പത്തികമായി പിന്തുണയ്ക്കേണ്ടതുണ്ട്. BIJU.3388@federal എന്ന UPI വിലാസത്തിലേക്കോ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തോ പണം അയക്കാൻ ന്യൂസ് ബുള്ളറ്റ് കേരള നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും
വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സംഭാവനയില്ലാതെ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. ഒട്ടേറെ സുഹൃത്തുക്കൾ സാമ്പത്തികമായി സഹായിക്കാനുള്ള സന്മനസ് കാണിച്ചിട്ടുണ്ട്. അവരോടെല്ലാമുള്ള കടപ്പാട് രേഖപ്പെടുത്തുന്നു. പ്രവാസി സുഹൃത്തുക്കൾ നാട്ടിലെ അക്കൗണ്ടിൽ നിന്നേ പണം അയക്കാവൂ, നാട്ടിലെ അക്കൗണ്ട് വഴി സഹായിച്ചേ തീരൂ എന്ന് അവരോടും അഭ്യർത്ഥിക്കുന്നു. മീഡിയ വണ്ണിന്റെ വിഷ്വലുകൾ സമൃദ്ധമായി ഈ വീഡിയോയിലും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള വീഡിയോ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കാണാം. മീഡിയ വണ്ണിന്റെ കുത്തിത്തിരിപ്പുകൾ തുറന്നു കാണിക്കുന്ന കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി. ജിഹാദി നമസ്കാരം.